ഓൾജിബ്ര 2 ഇനി ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരാൾക്കാരാണ് ഈ 4 ആൾക്കാർ. ആർ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ R/N എന്ന് പറയുന്ന ഫാക്ടർ റിങ് ഫീൽഡ് ആവുന്നതിന് എക്സാമ്പിൾ ചോദിക്കാം. ആർ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലെങ്കിൽ R/N ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആവുന്നതിന് എക്സാമ്പിൾ ചോദിക്കാം. ആർ ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലെങ്കിൽ R/N ഫീൽഡ് ആവുന്നതിന് എക്സാമ്പിൾ ചോദിക്കാം. അതേപോലെ ആർ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ അതിൻ്റെ ഫാക്ടർ റിങ് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആവാത്തതിന് എക്സാമ്പിൾ. അപ്പോൾ ഇതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം റിങ് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് റിങ് എന്താണ്, ഐഡിയൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നല്ല പോലെ ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ആർ എന്ന് പറയുന്ന റിങ്ങിൽ 2 തരത്തിലുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഉണ്ട്, നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഉണ്ട്. ഇതിൽ തന്നെ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് നമ്മൾ എടുക്കാം. ഈ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇൻ്റഗ്രൽ ഡൊമെയിൻ വരിക. ഓക്കെ, ഇൻ്റഗ്രൽ ഡൊമെയിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫീൽഡ് എഫ് വരിക. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ഡൊമെയിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കണം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കണം. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് അതിന് 0 ഡിവൈസസ് ഉണ്ടാവരുത്. ഓക്കെ, ഇൻ്റഗ്രൽ ഡൊമെയിൻ്റെ 2 പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കണം, രണ്ടാമത്തത് അതിന് 0 ഡിവൈസസ് ഉണ്ടാവരുത്. 0 ഡിവൈസസ് എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മൾ 2 നോൺ സീറോ എലമെൻ്റ് എടുക്കാം. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ Z4 ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിൽ 2 നോൺ സീറോ എലമെൻ്റാണ് 2ഉം 2ഉം. ഈ 2നെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 കിട്ടും. 4 എന്ന് പറയുന്നത് Z4 എന്താണ്? 0 ആണല്ലോ. അപ്പോൾ 2 നോൺ സീറോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 0 എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? 0 ഡിവൈസസ് എന്ന് വിളിക്കും. നമ്മുടെ ഇൻ്റഗ്രൽ ഡൊമെയിനിൽ 0 ഡിവൈസസ് ആവരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇനി എന്താ ഫീൽഡ് എന്നറിയോ? ഫീൽഡ് നമ്മൾ ഇൻ്റഗ്രൽ ഡൊമെയിൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് ഫീൽഡിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമെയിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയാം. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമെയിൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്രയും പഠിച്ചു വെക്കുക. ZPകളൊക്കെ, പി എന്ന് പറയുന്നത് 2, 3, 5, 7 അങ്ങനെയുള്ള എലമെൻറ്റ്സ്, പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ZPകളൊക്കെ എന്താണ്? ഫീൽഡാണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ Z2, Z3, Z5, Z7 അതൊക്കെ എന്താണ്? ഫീൽഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ എഫ് എന്ന് പറഞ്ഞാൽ ZP ആയിരിക്കും, ഒരു ZP ഫോമിലായിരിക്കും എന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഇതിന് ആൻസേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ, ഇതിന് എക്സാമ്പിൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇൻ്റഗ്രൽ ഡൊമെയിൻ പറഞ്ഞു, ഫീൽഡ് പറഞ്ഞു. ഇനി എന്താണ് ഐഡിയൽ? ഐഡിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അട്രാക്ഷൻ പോലെ ചെയ്യുന്ന ആൾക്കാർ. ഇതിപ്പോൾ ഒരു ഐഡിയലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഏതൊരു എലമെൻറ്റിനെയും പുറമേയുള്ള ഏതൊരു എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുകൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ തന്നെ വരും, ഐഡിയലിൻ്റെ ഉള്ളിൽ തന്നെ വരും. ഒരു അട്രാക്ഷൻ പോലെ ആരെയും പിടിച്ച് വലിച്ച് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാൻ ഒരു കഴിവുള്ള ആൾക്കാരാണ് ഈ ഐഡിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐഡിയലുമായി ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈ 4 എക്സാമ്പിൾ. ആർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിനാണ് തന്നിട്ടുണ്ട്. R/N ഫീൽഡാണെന്ന് കാണിക്കണം. R/Nൽ ഈ ആർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആർ എന്ന് പറയുന്ന റിങ്ങാണ്, N എന്ന് പറയുന്ന ഐഡിയൽ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വേണമല്ലേ ചെയ്യാൻ. അപ്പോൾ 6 ഇൻ്റഗ്രൽ ഡൊമെയിനാണ് തന്നിട്ടുണ്ട്. അതിനെ ഒരു ഐഡിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഫീൽഡ് കിട്ടണം. ഫീൽഡുകളൊക്കെ ഏത് ഫോമിലാണ്? ZP ഫോമിലാണ്. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് ഒരു ZP എന്നാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ ഏതൊരു Z/NZ ഫോമിലുള്ള ആൾക്കാരെയും നമുക്ക് ഒരു ZNന് ഐസോമോർഫിക്കാന്ന് പറയാൻ പറ്റും. ഓക്കെ, ഏതൊരു Z/NZ ഫോമുള്ള ആൾക്കാരെയും നമുക്കൊരു ZNന് ഐസോമോർഫിക്കാന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ZPനെ എനിക്ക് എങ്ങനെ എഴുതാം? ZPനെ എനിക്ക് Z/PZ എന്ന് എഴുതിക്കൂടെ? ഇനി നോക്കിയേ, Z എന്ന് പറയുന്നത് ഒരു റിംഗ് അല്ലേ, ഇൻ്റഗ്രൽ ഡൊമെയിനുമാണ്, റിങ്ങുമാണ്. അങ്ങനെയാണെങ്കിൽ PZ എന്ന് പറയുന്നത് ഒരു ഐഡിയലാണോ? നോക്കൂ, PZ ഒരു ഐഡിയലാണ്. ഓക്കെ, PZ ഒരു ഐഡിയലുമാണ്, N എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിനുമാണ്, ZP എന്ന് പറയുന്നത് ഒരു ഫീൽഡുമാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ആയില്ലേ? നോക്കൂ, ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിട്ടുള്ള ഒരു റിങ് ഞാൻ എടുത്തു, Z, ഒരു ഐഡിയൽ PZ. ആ Z/PZ ചെയ്തപ്പോൾ നമുക്ക് ഫീൽഡായിട്ടുള്ള ഒരു ഫാക്ടർ റിങ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി നിങ്ങൾ എക്സാമ്പിൾ കേട്ടോ. അതേപോലെ ഇനി നമുക്ക് എന്താ കാണിക്കാനുള്ളത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലെങ്കിൽ R/N ഇൻ്റഗ്രൽ ഡൊമെയിൻ ആവുന്നതിന് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ്റഗ്രൽ ഡൊമെയിൻ ആവരുത് എന്ന് വെച്ചാൽ അത് ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കണം, അതിൽ 0 ഡിവൈസസ് ഉണ്ടാവരുത്. ഇപ്പോൾ ഞാൻ Z/Z എടുക്കാം. Z/Z ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല. കാരണം എന്താണെന്നറിയോ? ഈ Z/Z എന്ന് ഒരാളെ ഞാൻ 10 എടുക്കുന്നു, വേറൊരാളെ ഞാൻ 01 എടുക്കുന്നു. 10യും 01ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 00 എന്ന് വരും. അപ്പോൾ 2 നോൺ സീറോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2 നോൺ സീറോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു 0 എലമെൻറ്റ് കിട്ടി. അപ്പോൾ ഈ റിങ് ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലല്ലോ, അല്ല.
പക്ഷേ R/n എനിക്ക് ഇൻ്റഗ്രൽ ഡൊമെയിൻ കിട്ടണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ ഈ Z ക്രോസ് സെഡിനോട് ഒരു n എന്ന് പറയുന്ന ഒരു ഐഡിയലിനെ ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ വരിക? അപ്പോൾ നമുക്ക് സെഡിന് ഐസോമോർഫിക് ആവില്ലേ? സെഡിന് ഐസോമോർഫിക് ആയി. Z എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ R ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലാതെ ഫാക്ടറിങ് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആവുന്നതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതി വെച്ചാൽ മതി? ഇത് പറഞ്ഞാൽ മതി. Z ക്രോസ് Z എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല. കാരണവും പറയാം. പക്ഷേ അതിനെ നമ്മളൊരു ഐഡിയലോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, n എന്ന് പറയുന്ന ഒരു ഐഡിയലിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ Z കിട്ടും. ഇനി അടുത്തത് റിങ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലാതെ R/n എന്ന് പറയുന്ന ഫാക്ടർ റിങ് ഫീൽഡ് ആവുന്നതിന് എക്സാമ്പിൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് പറയാമെന്ന് അറിയോ? ഇപ്പോൾ R/n ഫീൽഡ് ആവാന്ന് പറയുമ്പോൾ ഫീൽഡുകളൊക്കെ ഏത് ഫോമിലാണ് ഉണ്ടാവുക? ZP ഫോമിൽ. ഞാൻ ആർബിട്രറി ആയിട്ട് ഒരു Z3 എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് Z3 എന്ന് കിട്ടണം. ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലാത്തൊരു റിങ്ങിനെ ഞാൻ ഏതോ ഒരു ഐഡിയൽ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് Z3 എന്ന് കിട്ടണം. ഇപ്പോൾ നോക്കിയേ, ഞാൻ Z6നെ n കൊണ്ട് ഡിവൈഡ് ചെയ്തു. Z6 ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണോ? അല്ല. Z6ലെ രണ്ടാൾക്കാരാണ് 2ഉം 3ഉം, നോൺ സീറോ ആയിട്ടുള്ള എലമെൻറ്റാണ്. ഇതിനെ ഞാൻ 2 × 3 ചെയ്താൽ 6 കിട്ടും. 6 എന്ന് പറയുന്നത് എന്താ? Z6ൽ 0 ആണല്ലോ. അപ്പോൾ Z6 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല. പക്ഷേ അതിന് n എന്ന് പറഞ്ഞ ഒരു ഐഡിയലിനോട് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? Z3 എന്ന് കിട്ടി. Z3 എന്താണ്? ഫീൽഡാണല്ലോ. അപ്പോൾ Z3 ഫീൽഡായി. അപ്പോൾ ആ എക്സാമ്പിളും ആയി. ഇനി R എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിനാണ്. പക്ഷേ R/n എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലാത്തതിന് എക്സാമ്പിൾ ചോദിക്കും. അപ്പോൾ R/n ഇൻ്റഗ്രൽ ഡൊമെയിൻ ആവാത്തതിന് ഒരു എക്സാമ്പിൾ നമ്മൾ Z6 എന്ന് എടുക്കുക. Z6 ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലല്ലോ? അല്ല. പക്ഷേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഏതോ ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു n എന്ന് പറഞ്ഞ ഐഡിയലിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Z6 കിട്ടണം. Z എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിനാണ് നമുക്കറിയാം. അപ്പോൾ Z-നോട് എന്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് Z6ന് ഐസോമോർഫിക് ആവുക? 6Z കൊണ്ട്. 6Z എന്ന് പറയുന്നത് ഒരു ഐഡിയൽ അല്ലേ? ആണ്. അപ്പോൾ Z/6Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? Z6 എന്ന് കിട്ടി. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ ഡൊമെയിനോട് നമ്മളൊരു ഐഡിയലിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നോൺ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിട്ടുള്ള ഫാക്ടറിങ് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്തായാലും പഠിച്ചു വെച്ചിട്ട് പോകാം കേട്ടോ.